മാഷേ, യെസ്, ആഗോള ഭീകരൻ സക്കീർ നായിക് ഇന്ത്യയിൽ നിന്ന് പോയതാണ്. മലേഷ്യയിലാണ് താമസം. ബംഗ്ലാദേശിൽ അദ്ദേഹത്തിനെ വിലക്കിയിരിക്കുകയായിരുന്നു. ഇപ്പം ഇന്ന് വരുന്ന റിപ്പോർട്ട് വിലക്ക് നീക്കിയിരിക്കുന്നു സക്കീർ നായിക്കിൻ്റെ. സക്കീർ നായിക്കിന് യൂനുസിൻ്റെ ക്ഷണം കിട്ടിയിരിക്കുന്നു. സക്കീർ നായിക്ക് ഈ നവംബർ 28 മുതൽ ഡിസംബർ 20 വരെ ബംഗ്ലാദേശിൽ ഉണ്ടാവും എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇത് ഇന്ത്യക്ക് വെല്ലുവിളിയാണോ? ഈ നീക്കത്തിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ചെറിയ വെല്ലുവിളി അല്ല അത്. കാരണം ബംഗ്ലാദേശ് അതിൻ്റെ മുഴുവൻ പാരമ്പര്യത്തെയും അതിൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള വലിയ പാഠത്തെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും അതിതീവ്ര മതമൗലികവാദത്തിന് കീഴടങ്ങുന്നു എന്നുള്ളതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. ഇദ്ദേഹത്തെ ലോകത്തിലെ ഒട്ടുമിക്ക മുസ്ലിം രാജ്യങ്ങളും വളരെ കരുതലോടെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യയിൽ സ്വന്തം നാട്ടിൽ ഒരു കാര്യം ആലോചിച്ചു, ഏത് ഒവൈസിമാർക്കും ഇവിടെ യഥാർത്ഥം വിഹരിക്കാവുന്ന ഒരു നാടാണ് ഇന്ത്യ. അവിടെ നിന്നാണ് അദ്ദേഹത്തെ മലേഷ്യയിലേക്ക് പറഞ്ഞേക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആട്ടി ഓടിക്കേണ്ടി വരുന്നത്. ഇന്ത്യ അദ്ദേഹത്തിന് സേഫ് അല്ല, അറബ് രാജ്യങ്ങൾ സേഫ് അല്ല. അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പോൾ ബംഗ്ലാദേശ് അദ്ദേഹത്തിന് സേഫ് ആവുന്നു എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട ഒരു കാര്യം, ബംഗ്ലാദേശിൽ ഇതിനു മുമ്പ് വന്ന 2 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നമ്മൾ ഓർക്കണം. ഒന്ന്, താരതമ്യേന സെക്കുലറായി ഇന്ത്യയോട് സൗഹൃദത്തിൽ പെരുമാറിയിരുന്ന അവാമി ലീഗിൻ്റെ നേതാവിനെ ഷെയ്ഖ് ഹസീനയെ അട്ടി ഓടിച്ചൊരു ഭരണകൂടമാണ് അവിടെ വന്നത്. ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം തൊട്ട് 2024 തെരഞ്ഞെടുപ്പ് തൊട്ട് അവരനുഭവിക്കുന്നുണ്ട്. അവരുടെ നേതാവ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ഇപ്പോൾ അഭയാർത്ഥിയായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. അതൊന്ന്. ഈ സമയത്ത് തന്നെയാണ് അവിടെ ദീർഘകാലമായിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് പോലും മാറ്റി നിർത്തി നിരോധിക്കപ്പെട്ടിരുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ തടങ്കലിൽ വെച്ചിരുന്ന തടവുപാളയത്തിൽ നിന്നും നിരോധനം നീക്കിയിട്ട് പൊതുജീവിതത്തിലേക്കും തുറന്നു വിടുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നു വിടുന്നു. രണ്ടാമത്തേത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവാമി ലീഗിനെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന വാഗ്ദാനം ഇപ്പോഴും വായ്ത്താരിയായി യൂനുസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്ക് ചില പണികൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവാമി ലീഗിനെയും ഷെയ്ഖ് ഹസീനെ പൂർത്തിയാക്കാനുള്ള ഒന്നാമത്തെ പണി എന്താ? ഷെയ്ഖ് ഹസീനെ ഇവിടുന്ന് വിട്ട് കിട്ടിയിട്ട് കൊണ്ടുപോയി ശിക്ഷിക്കണം. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവാമി ലീഗിനെ നിരോധിച്ചുകൊണ്ട് അവാമി ലീഗ് ഇല്ലാത്തൊരു ഇലക്ഷൻ ബംഗ്ലാദേശിൽ നടത്തും. ഇതിനൊക്കെ കളവൊരുങ്ങുമ്പോഴാണ് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ലോകത്തിൽ എവിടെയൊക്കെ ഇസ്ലാമിക തീവ്രവാദമുണ്ടോ അതിനൊക്കെ ആശയപരമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഏറ്റവും അപകടകാരിയായ ഒരു പണ്ഡിതൻ എന്നാണ് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത്. ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു മിഷണറിയാണ്, ഒരു പ്രചാരകനാണ്, ഇസ്ലാമിക് മിഷണറിയാണ് ഇദ്ദേഹം, സാക്കിർ നായിക്കിനെ ആലോചിച്ച് നോക്കൂ. ഈ സമയത്ത് ആ നാട് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നാടാണ്. ആ നാട്ടിൽ ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അസ്ഥിരാവസ്ഥ, ഭരണപരമായ അസ്ഥിരതയുണ്ട്, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളുണ്ട്, ആഭ്യന്തരമായ വഴക്കുകളുണ്ട്, കലാപമുണ്ട്, ഒരു ഭരണകൂടം ഇല്ല. ഇപ്പോൾ ഒരു ചീഫ് അഡ്വൈസർ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക നൂലിൽ കെട്ടി കൊണ്ടുവന്ന ഒരു മുഹമ്മദ് യൂനുസ് മാത്രമാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് ആ നാടിന് സമാധാനം കിട്ടുന്ന ഒരാളെ അല്ല വിളിച്ചു വരുത്തുന്നത്. മുഹമ്മദ് യൂനുസ് വിളിച്ചു വരുത്തുന്നത് ഇദ്ദേഹത്തെയാണ്. ആ പിള്ളേരുണ്ടല്ലോ, ബാക്കിയുള്ള 2 ഉപദേഷ്ടാക്കൾ, അവര് നാഷണൽ പാർട്ടി, സിറ്റിസൺ പാർട്ടി എന്ന് പറഞ്ഞിട്ട് NCP, അവിടുത്തെ NCP ഉണ്ടാക്കിയിട്ടുണ്ട് പിള്ളേര്. അപ്പൊ അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ഉപദേഷ്ടാക്കൾ പിള്ളേരില്ലേ, അവരെ കളയണമെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ട് 2 പേര് രാജിവെച്ചും പോയിട്ടുണ്ട്, ബാക്കിയുള്ളവര്. പിന്നെ ഇപ്പോൾ ഉള്ളൊരു സംഭവവികാസം 2 എണ്ണം ഉണ്ട്. ഒന്ന്, അവിടെ അഹമ്മദിയാക്കളെ നിരോധിക്കണം എന്ന് ജമാഅത്തെ ഇസ്ലാമിയും ബാക്കി തീവ്ര മുസ്ലിം സംഘടനകളും പറഞ്ഞു. മറ്റൊന്ന്, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ പ്രാർത്ഥനയ്ക്ക് ശേഷം ധാക്ക ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഈ ഇസ്കോണിനെ നിരോധിക്കണം. കൃഷ്ണ കോൺഷ്യസ്നസ് ഇന്റർനാഷണൽ ഇസ്കോണിനെ ഒരുപാട് ഉപദ്രവിച്ചാണ്. ഇസ്കോണിനെ മൊത്തത്തിൽ അവിടെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ കൂട്ടം ഈ മോസ്കുകളുടെ പുറത്ത് റാലി, പ്രസംഗങ്ങൾ ഒക്കെ മൊല്ലാക്കന്മാരും ഒക്കെ നടത്തി. രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമായ ചാറ്റോഗ്രാമിലും ഇത് നടന്നു. ഹെഫാസത്ത് ഇസ്ലാം പോലുള്ള സംഘടനകളാണ്. പിന്നെ ഇന്തിഫാദ ബംഗ്ലാദേശ്, പലസ്തീൻ മോഡൽ, ഇവരൊക്കെയാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന ഇസ്കോൺ ഭീകര സംഘടനയാണ്. അതൊരു ജൂത സംഘടനയാണ്. ഇസ്രയേൽ
കെട്ടിപ്പടുത്ത സംഘടനയാണ്, ഇത് ഹിന്ദു സംഘടനയൊന്നും അല്ല എന്നാണ് മൊല്ലാക്കന്മാരുടെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചത്. ഇതൊരു തീവ്ര ഹിന്ദു സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട് നിരോധനം ആവശ്യപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി ഉണ്ട്, ഈ ഇസ്കോണിനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട്. മൗലിക സംഘടനകൾ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ നിരോധിക്കണം. അപ്പം ഇതിന് മറുപടി പറയാനായിട്ട് സത്യവാങ്മൂലം ചോദിച്ചിട്ടുണ്ട് യൂനുസിനോട്. അപ്പോൾ അഫിഡവിറ്റിലും യൂനുസ് പറഞ്ഞിട്ടുണ്ട് ഇത് മതമൗലിക സംഘടനയാണ്, ഇത് ഇവർ ക്ഷേത്രങ്ങൾ എന്നുള്ള പേരിൽ ഭീകരവാദ കേന്ദ്രങ്ങളാണ് കെട്ടിപ്പടുക്കുന്നത്. കൃഷ്ണദാസ് പ്രഭു ഇസ്കോണിൻ്റെ നേതാവ് ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പാകിസ്ഥാനിലെ പാകിസ്ഥാന് അനുകൂലമായ നിലപാടുകളാണ് പൊതുവെ ബംഗ്ലാദേശ് സ്വീകരിച്ചു വരുന്നത്. അതാണല്ലോ അഹമ്മദിയാക്കളെ പാകിസ്ഥാനിലും പെർസിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്തിഫാദ ബംഗ്ലാദേശ് 6 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് യൂനുസിൻ്റെ മുമ്പിൽ. ധാക്ക ബൈത്തുൽ മുക്കറം നാഷണൽ മോസ്കിൻ്റെ പുറത്ത് അവർ പ്രകടനവും പ്രതിഷേധമൊക്കെ നടത്തി. അപ്പോൾ ഇതിനെ നിരോധിക്കണം അവർ പറഞ്ഞു, ഇസ്കോണിനെ നിരോധിക്കണം, അവരുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണം. ഇന്ത്യ വിരുദ്ധ ഭീകരൻ അൻസറുള്ള ബംഗ്ല ടീമിൻ്റെ ചീഫ് ജസീമുദ്ദീൻ റഹ്മാൻ ഇതിൽ പ്രസംഗിച്ചു. അയാൾ പറഞ്ഞു ഇസ്കോൺ ഹിന്ദു സംഘടനയല്ല, ഇന്ത്യ ഉണ്ടാക്കിയ തീവ്ര സംഘടനയാണ്, ജൂതന്മാർ ഉണ്ടാക്കിയതുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ദേശ് മുപ്പന്തോർ പത്രം ധാക്കയിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഒരു ക്രൈമിന് ശേഷം മറ്റൊന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇത് ഉടനെ നിരോധിക്കണം. 2024 ഓഗസ്റ്റിൽ ഈ റഹ്മാനെ പുറത്തു വിടുകയായിരുന്നു. ഇയാൾ മുമ്പൊരു വ്ളോഗർ കൊന്ന കേസിൽ പ്രതിയായിട്ടാണ് ജയിലിൽ അടച്ചിരുന്നത്. ഈ ഹസീന പോയ ശേഷം യൂനുസ് ഇയാളെ പുറത്തിറക്കി, കൊലക്കേസ് പ്രതിയാ തുറന്നു വിട്ടിരിക്കുന്നത്. അഹമ്മദ് റഫീഖ് എന്ന് പറഞ്ഞ ഇതിൽ തന്നെ ഇന്തിഫാദയിലെ തന്നെ ഒരു അംഗം പറഞ്ഞു, ഇസ്കോണിനെതിരെ ഇമാം സംസാരിച്ചപ്പോൾ ഇമാമിനെ റാഞ്ചി കൊണ്ടുപോയി ചങ്ങലയിൽ കെട്ടി തല്ലി. ആ സമയത്തും ഭരണകൂടം മൗനം പാലിച്ചു. ഇതെന്ത് സംഭവമാണെന്ന് അറിയില്ല, വ്യാജമായിട്ട് പറയുകയാണോ? അല്ലാഹു എന്തു പറയും എന്നതിനേക്കാൾ അമേരിക്കയും മാർക്സിസ്റ്റുകളും എന്തു പറയും എന്നതാണ് ഇപ്പോൾ ഭരണകൂടം നോക്കുന്നത് എന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ചാറ്റോഗ്രാമിലി ഹഫാസത്ത് സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. അന്തർക്കില്ല ഷാഹി ജമാ മോസ്ക് അതിൻ്റെ മുമ്പിലായിരുന്നു പ്രകടനമൊക്കെ. അതിൻ്റെ പുറത്ത് അവാമി ലീഗിനെ നിരോധിച്ചതുപോലെ ഇസ്കോണിനെ നിരോധിക്കണം എന്നാണ് ആവശ്യപ്പെട്ടതെന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് ധാക്കയിൽ നിന്നുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ചാറ്റോഗ്രാം ഹത്തസാരിയിൽ ഈ സെൻട്രൽ ജോയിന്റ് സെക്രട്ടറി ജനറൽ ഹത്തസാരി മദ്രസ മുഹദ്ദിസ് അഷ്റഫ് അലി നിസാം പുരി അയാൾ പറഞ്ഞു, ഇത് തീവ്ര ഹിന്ദുത്വ സംഘടനയാണ്, ഇത് ഇന്ത്യക്കാരുടെ ഏജന്റാണ് ഈ സംഘടന, മുസ്ലിം വിരുദ്ധമാണ് ഈ സംഘടന, ക്ഷേത്രം എന്ന പേരിൽ പലതും ഇവർ കെട്ടിപ്പൊക്കുന്നുണ്ട്, അത് ഇസ്രയേൽ ചെയ്യുന്ന മാതൃകയാണ്. ഒരു സമീപ രാജ്യത്തിൻ്റെ ഹൈക്കമ്മീഷന്റെ സഹായം ഇവർക്കുണ്ട്, ഇന്ത്യൻ ഹൈക്കമ്മീഷൻ എന്ന്. ഇവര് ഭൂമി കയ്യേറുന്നുണ്ട്, ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട്. ജനുവരിയിൽ 17 ഈ ഇസ്കോണിന്റെ അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചിരുന്നു, 17 ഇസ്കോൺ നേതാക്കളുടെ. പിന്നെ ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി അയാളെ അറസ്റ്റ് ചെയ്യേ അല്ലേ, കോടതി അയാൾക്ക് ജാമ്യമൊന്നും കൊടുക്കുകയൊന്നും ചെയ്തിരുന്നില്ല. 1970 മുതൽ നന്മയുള്ള പ്രവർത്തനം, അനാഥാലയം, ഫുഡ് ഫോർ ലൈഫ്, ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സഹായം, സ്കൂളുകൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഇതൊക്കെ പണിതിട്ടുള്ള 72ാമത്തെ വയസ്സിലാണ് എൻ്റെ ഓർമ്മ പ്രഭുപാദ ദാസ 300 രൂപയുമായിട്ട് അമേരിക്കയ്ക്ക് പോയിട്ട് ഈ ഇസ്കോൺ കെട്ടിപ്പടുക്കുന്നത്. അപ്പോൾ ഈ സംഘടന നന്മയല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മൾ ഇസ്കോൺ ക്ഷേത്രത്തിലൊക്കെ ബാംഗ്ലൂരിലെ വേറെ ആണെന്ന് പറയുന്നുണ്ട്, വേറെ ഇസ്കോൺ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അന്നദാനമൊക്കെയാണ് നമ്മൾ കാണുന്നത്.
ക്ഷേത്രങ്ങളും ഒക്കെ നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് ഇസ്കോണിന്റെ ഭാഗമായിട്ടുള്ളത്. നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ഇവർ കൊണ്ടിരുന്ന ഈ ഭഗവത്ഗീത വ്യാഖ്യാനം പ്രഭുപാദദാസയുടെ ചെറിയ വിലയ്ക്ക് ഞാൻ പലപ്പോഴും വാങ്ങിച്ചിട്ടുണ്ട് ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ. അപ്പോൾ അതല്ലാതെ ഇതൊരു ഭീകര സംഘടനയായിട്ട് ഇസ്കോൺ ചിത്രീകരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ബംഗ്ലാദേശിൽ നിന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇനിയിപ്പം മറ്റേവനെയും കൂടി കൊണ്ടുവന്നിട്ടേ ഈ സാക്കിർ നായിക്കിനെയും കൂടി കൊണ്ടുവന്നിട്ട് ഇസ്കോണിനെതിരെ ഒരു 5-6 പ്രസംഗം കൂടി നടത്തും. ഇതൊന്നും ഇങ്ങനെ മുറുക്കി എവിടെയൊക്കെ ചെല്ലുന്നുവോ അവിടെയൊക്കെ കുഴപ്പത്തിന്റെ വിത്തിട്ട് എവിടെയൊക്കെ തീപ്പൊരി ഉണ്ടോ അതൊക്കെ ആളി കത്തിച്ചിട്ട് പോകുന്നൊരു ഏർപ്പാടാണിത്. ഇതിൽ ബംഗ്ലാദേശിലേക്ക് ചെല്ലുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഇസ്കോണിനെ കുറിച്ച് മാത്രമല്ല സാർ, ഇവർക്ക് ഇഷ്ടമില്ലാത്തതിനെയൊക്കെ ഇവർ വിളിക്കുന്ന ഒരു ടാഗ് ചേർത്ത് വിളിക്കും. ഒന്നുകിൽ സിയോണിസ്റ്റ് പക്ഷം, അല്ലെങ്കിൽ ഒരു ജൂത സംഘടനയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്കോൺ അതാണ് അതിന്റെ ഒരു പൊതു രീതിയാണ്. ജൂതവിരുദ്ധതയുണ്ടല്ലോ പരമ്പരാഗതമായിട്ട്, അത് മുതലെടുക്കുക. അതെ, ഇതിന്റെ പിന്നിലുണ്ട് സർ. ഒന്നുകിൽ ജൂതപക്ഷം എന്ന് വിളിക്കും, അല്ലെങ്കിൽ പണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പായിരുന്നെങ്കിൽ ബ്രിട്ടീഷ് പക്ഷം എന്ന് വിളിക്കും. കാദിയാനികൾക്ക് ആ പേരുണ്ടായിരുന്നു, അവർ ബ്രിട്ടീഷ് പക്ഷപാതികളാന്നുള്ള പേരുണ്ടായിരുന്നു. എന്തിനേറെ നമ്മുടെ ചേകനൂരിനെ കുറിച്ച് പോലും ഇവിടുത്തെ യാഥാസ്ഥിക മതസംഘടനകൾ പറഞ്ഞിരുന്നത് അതൊരു ബ്രിട്ടീഷ് പ്രോഡക്റ്റാണ്, ഇസ്ലാമിനെ ഭിന്നിപ്പിക്കാനും ഇസ്ലാമിനെ തകർക്കാനും. ഇതാണ് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എനിക്ക് ഈ ബംഗ്ലാദേശിലെ പുതിയ ഡെവലപ്മെൻറ്റിൽ തോന്നുന്നൊരു കൗതുകം എന്താണെന്നറിയോ? പണ്ടേ നമ്മൾ പറയാറുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയും, നമ്മുടെ നാട്ടിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും പരസ്പരം ശത്രുക്കളാണ്. അവർ പരസ്പരം പൊരുതുകയും പരസ്പരം വിമർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ തുടക്കത്തിലെ ഈ ആശയത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഒന്ന് വഹാബിയാണ്, സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ. മറ്റേത് മൗദൂദിയാണ്. ഈ മൗദൂദി എന്ന് വെച്ചാൽ അബ്ദുൽ അല മൗദൂദിയുടെ. ഈ വഹാബിയും മൗദൂദിയും ആശയപരമായി ഒന്നാണ്, പരസ്പരം ആശയങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും സഹായിക്കുകയും ചെയ്യുന്നവരാണെന്നുള്ള ധാരണയുണ്ട്, നേരത്തെ ധാരണയുണ്ട്. ആ ധാരണയുടെ ഡെമോൺസ്ട്രേഷൻ കൂടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്. ബംഗ്ലാദേശിൽ സലഫികൾക്ക് അല്ലെങ്കിൽ മുജാഹിദുകൾക്ക്, ഈ പറഞ്ഞ വഹാബികൾക്ക് വലിയൊരു മൂവ്മെൻ്റ് ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ മതമൗലികവാദ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നിട്ട് അവരെ കയറൂരി വിട്ടപ്പോഴാണ് അവരുടെ വലിയ ആശീർവാദത്തോടെ കൊണ്ടുവന്ന് സാക്കിർ നായിക്കിനെ പ്രസംഗിപ്പിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, സലഫികളും മൗദൂദികളും എങ്ങനെയാണ് ഒന്നിക്കുന്നത് എന്നുള്ളതിന് തെളിവാണത്. മൗലികവാദികൾ, ഇസ്ലാമിക മൗലികവാദികൾ സൗകര്യം കിട്ടിയാൽ എല്ലാ സെക്കുലർ രാജ്യത്തും സെക്കുലർ ഭരണകൂടങ്ങൾക്കെതിരെ രംഗത്ത് വരും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണത്. ഇത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കൂ, മൗദൂദികൾക്ക് ഇപ്പോൾ ഇവർ ആരാ അവരുടെ പൊതുശത്രു? ഇവരാരെ നേരിട്ടുള്ളത്? ഇവരെന്നും തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇവരാദ്യം നേരിട്ടത് ഇസ്ലാമിനകത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസത്തോടെ വിശ്വാസപരമായി വേറിട്ട് നിൽക്കുന്ന അഹമ്മദിയാക്കളെയാണ്, അല്ലെങ്കിൽ സൂഫികളെയാണ്, സമാധാന പ്രേമികളായ മനുഷ്യരെയാണ്, അല്ലെങ്കിൽ ലിബറലായ ഇസ്ലാമിനകത്ത് പിറന്നിട്ട് മുസ്ലിമായി പിറന്നിട്ട് തന്നെ ലിബറലായി ചിന്തിപ്പിക്കുന്ന ആളുകളെയാണ്, നാഷണലിസ്റ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങളെയാണ്. അവരെയാണ് ഇവർ ആദ്യം ടാർഗറ്റ് ചെയ്യുക. രണ്ടാമത് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ആരെയാണ്? ഇന്ത്യയെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുത്രൻ. ആലോചിച്ചു 50 കൊല്ലമായി വിരുദ്ധമായ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഓർത്ത് നോക്കൂ. ഇപ്പോ ഇവർ പറയുന്നത് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ അവര് തമ്മിൽ ഒരു പുതിയ ലോബി ഉണ്ടായി വരുന്നുണ്ട് സാർ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടുക്കുമ്പോൾ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധം തുടങ്ങുമ്പോൾ ഇപ്പൊ അവർക്ക് ബംഗ്ലാദേശിനെ വേണം. ആർക്ക്? പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ അടുക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി ഓർത്താൽ മതി. ഇപ്പൊ ഇസ്കോൺ എന്ന് പറയുന്നത് വലിയ ഭീകര പ്രസ്ഥാനമായിരുന്നു. പാകിസ്ഥാന്റെ മറ്റേ സൈനിക മേധാവി വന്നപ്പോ ആസാം ഒക്കെ ബംഗ്ലാദേശിന്റെ ഭാഗമാണ് അതെ, ഇന്ത്യ വിരുദ്ധമായ വികാരം കത്തിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. 50 കൊല്ലത്തിലേറെയായിട്ട് ബംഗ്ലാദേശ് ഉണ്ടല്ലോ. അന്നൊക്കെ ഈ ഇസ്കോണും അവിടെ ധാരാളം ഹിന്ദു പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരാരെങ്കിലും ഭീകരപ്രവർത്തനം നടത്തിയതായിട്ട് എപ്പോഴെങ്കിലും അവരുടെ ട്രാക്ക് റെക്കോർഡിലുണ്ടോ? അപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണ്? അപ്പോൾ ആരുടെ മനസ്സിലാണ് ഇപ്പോൾ ഈ ഭീകരവാദം വരുന്നത്? അന്യനെ ഭീകരവാദിയാണ്, സൂക്ഷിക്കണം, അവൻ ചാരനാണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ തോന്നുന്ന ശക്തികൾ, അത്തരം ദുഷ്ടശക്തികൾ, ബംഗ്ലാവിരുദ്ധ ശക്തികൾ, ഇന്ത്യാവിരുദ്ധ ശക്തികൾ മറനീക്കി ജയിൽ വിട്ട് നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ പറയാവുന്നത് ഈ പാകിസ്ഥാന്റെ ഒരു ഉപഗ്രഹ രാജ്യമായി ബംഗ്ലാദേശ് മാറി. വീണ്ടും ഒരിക്കൽ കൂടി അങ്ങനെ മാറിയിരിക്കുന്നു. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും എന്ന് പണ്ട് പറഞ്ഞിരുന്ന പേര് ഇപ്പോൾ വീണ്ടും അവർക്ക് ചാർത്തി കൊടുക്കാൻ പറ്റും. രണ്ടും 2 രാജ്യം അല്ലാതായിരിക്കുന്നു എന്ന് വേണം പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.